അധികാരത്തിന്റെ ധാർഷ്ട്യമൊന്നുമില്ലാതെ കസേരയിൽ ഇരിക്കാതെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നത് ഇത് ആദ്യമായാണ്. ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു യുവാവ് മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് നേരിട്ട് പറഞ്ഞ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ്. കടക്കുപുറത്ത് എന്ന പഴയ ശൈലികളിൽ നിന്നും മാറി ജനങ്ങളെയും വ്യാപാരികളെയും ചേർത്ത് പിടിക്കുന്ന കേരളത്തിന്റെ പുതിയ ഭരണശൈലിയുടെ നേർചിത്രമാണ് ഈ ദൃശ്യങ്ങൾ. ഈ വേദിയിൽ വെച്ച് തദ്ദേശീയരായ സംരംഭകരുമായി മുഖ്യമന്ത്രി നടത്തിയ നേർക്കുനേർ സംവാദം കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. മറിച്ച് ജനങ്ങളുടെയും വ്യാപാരികളുടെയും പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് അവയ്ക്ക് പ്രായോഗികമായ പരിഹാരം കണ്ടെത്തുകയായിരുന്നു. സർ, ഇപ്പോൾ നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺടർപ്രണർഷിപ്പും സ്റ്റാർട്ടപ്പും അങ്ങനെ പല ഇനിഷ്യേറ്റീവ്സും നടത്തി വരുന്നുണ്ട്. പക്ഷേ 5 വർഷം 10 വർഷം 15 വർഷം എല്ലാം കഴിഞ്ഞ ഓൺടർപ്രണേഴ്സ് സംരംഭകർക്ക് അവർക്ക് ഗവൺമെൻറ് എൻകറേജ് ചെയ്യുന്ന ഏതെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കണം. 5 വർഷം 10 വർഷം കഴിഞ്ഞു നിൽക്കുന്ന സംരംഭകരുണ്ടാവും, ഓൺടർപ്രണേഴ്സോ വ്യവസായികളോ അവർക്കെല്ലാം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് എൻകറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫാസ്റ്റ് ട്രാക്ക് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും സാധിക്കുമോ? അതുപോലെ തന്നെ നമ്മളിപ്പം സാർ ജോബ് വാച്ച് ടവർ എന്നൊരു കോൺസെപ്റ്റ് സാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അടുത്തുള്ള എക്സ്പാൻഷൻ എന്താണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും എന്നൊരു തോട്ട് വരികയാണെങ്കിൽ സാർ, ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ 100 പേർക്ക് ഒരാൾ ജോലി കൊടുത്താൽ തന്നെ 250 സ്ഥാപനം 25,000 പേർക്ക് നമുക്ക് ഒരു വർഷം തന്നെ കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് 3-4 വർഷം കൊണ്ട് 1,00,000 പേർക്ക് തൊഴിലെത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥാപനത്തിൽ വരുന്നത് പരിശോധിക്കാനാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി മോഡലിൽ വന്നിട്ട് നിങ്ങളുടെ അടുത്ത എക്സ്പാൻഷൻ എന്താണ്, അത് മാത്രം കേൾക്കുമ്പോൾ തന്നെ സാർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പുതിയ പുരോഗതി ഉണ്ടോ എന്നൊരു അവസ്ഥയിൽ. രണ്ടാമത്തെ സാർ ഒരു കാര്യം കൂടിയാണ്, നമുക്ക് കഴിഞ്ഞ വർഷങ്ങളെല്ലാം ലോക കേരള സഭ ഇവിടെ ഉണ്ടായിരുന്നു, ലോക കേരള സഭ. പക്ഷേ ആ സമയത്ത് സ്വദേശി സംരംഭകരായിട്ടുള്ള നമുക്കെല്ലാം അങ്ങോട്ട് എൻട്രി പോലും ഇല്ല. നമ്മളിവിടെ ചെയ്യുന്ന വ്യവസായികളും സംരംഭകരുമെല്ലാം നമ്മുടെ നാടിനെ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം കൊണ്ട് കേരളത്തെ മാറ്റാമെന്ന് പറഞ്ഞ് ഒരു VIP പാസുമായിട്ട് വരുന്നവരെ കാണുമ്പോൾ നമുക്ക് വിഷമവും നിരാശയാണ് സാർ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ സംരംഭകരെ കാണാൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു സാർ. ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിമാരോട് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും എഴുന്നേറ്റിരിക്കുന്ന മുഖ്യമന്ത്രിയോട് ആദ്യമായിട്ടാണ് സംസാരിച്ചത്. താങ്ക് യു സാർ. ഫൈസൽ ഖാൻ ചൂണ്ടിക്കാണിച്ച ആദ്യം പറഞ്ഞത് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അത് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞതാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ലോകത്തുണ്ടായ മാറ്റങ്ങൾ അറിയണം. തൊഴിലിൻ്റെ സ്വഭാവം ഭയങ്കര വേഗത്തിൽ മാറുകയാണ്. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് ആ മാറ്റം ഉണ്ടായത്. ഇപ്പോൾ ഒരു 3 വർഷം 4 വർഷം നിൽക്കുന്നില്ല ഒരു ജോലി ഇല്ലാതാവുകയാണ്. ഒരു ജോലി ഇല്ലാതാവുമ്പോൾ വേറൊരു സ്ഥലത്ത് വേറൊരു ജോലി ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോക്കണം. അതിനാണ് ഈ എക്സ്പേർട്സുകളെ വെച്ചുകൊണ്ട് വിവിധ സെക്ടറിൽ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മളിപ്പോൾ ഡിക്ലെയർ ചെയ്ത്. അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ സെക്ടറിലും രാജ്യത്തിനകത്തും പുറത്തുമുള്ള മലയാളികളും അല്ലാത്തവരുമായ എക്സ്പേർട്ടുകളെ വെച്ചുകൊണ്ട് വളരെ ഇതായിട്ട് ചെയ്യാം. അവരിത് വാച്ച് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യും, നമുക്ക് റിപ്പോർട്ട് ചെയ്യും. അത് ഞാൻ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് അത് ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചത്. അവരത് റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീസ്ട്രക്ചർ വേണം കരിക്കുലത്തിൽ. അതനുസരിച്ചുള്ള കോഴ്സുകൾ ഉണ്ടാവണം. പിന്നെ സംരംഭകർ നേരിടുന്നൊരു വെല്ലുവിളിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടാവും, ഇല്ലേ? ഇതില്ലാതാവും. അവരെ റീസ്കിൽ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് സംരംഭകരെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നിലവിലുള്ള സംരംഭകരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവരുമായി നിരന്തരമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ കച്ചവടക്കാർ, ബിസിനസ്സുകാർ, ട്രേഡ് നടത്തുന്ന ആളുകൾ ഇവരൊന്നും സർക്കാരിൻ്റെ ശത്രുക്കളല്ല, സർക്കാരിൻ്റെ മിത്രങ്ങളാണ്. എന്ന് വെച്ചാൽ ഞാൻ അവരെ കാണുന്നത് ജെനുവിൻ ടാക്സ് പേയേഴ്സായിട്ടാണ്, യഥാർത്ഥ നികുതിദായകരായിട്ടാണ് അവരെ കാണുന്നത്. അതിലൊരാൾ അവരുടെ ഒരു കട ഷട്ടറിട്ടാൽ, ഞാൻ ഇന്നും ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് പറഞ്ഞു, അതിൻ്റെ ആദ്യത്തെ വിക്ടിം ഗവൺമെൻറ്റാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ടൈൽസിൻ്റെ കട നടത്തുന്നു കുറേ ആളുകൾ ചെയ്യുന്നു. ഞാനൊരു 5000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുന്നു. ടൈൽസ് കർണാടകത്തിൽ നിന്ന് വരുവാണ്. B2B ബിസിനസ്സും B2C ബിസിനസ്സും ഷെയ്ഡി ആയിട്ട് വരുവാണ്. വേറെ വരുമ്പോൾ സർക്കാരിന് നഷ്ടമുണ്ട്. സർക്കാരിൻ്റെ നഷ്ടത്തേക്കാൾ ഗൗരവമുള്ളൊരു കാര്യം ഒരു ജെനുവിൻ ടാക്സ് പെയറിൻ്റെ കട പൂട്ടിപ്പോവാണ്, ഇല്ലേ? അയാൾ ഈ വാടക കൊടുത്ത്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത്, വാട്ടർ ചാർജ് കൊടുത്ത് ജോലിക്കാരെ ആളെ വെച്ചിട്ട് പോകുന്ന ഒരാൾ ഇല്ലാതാവുകയാണ്. അപ്പോൾ അവരെ ശത്രുക്കളായിട്ടല്ല മിത്രങ്ങളായിട്ടാണ് കാണണം.
എന്തെങ്കിലും സിസ്റ്റത്തിന് ലൂപ്പ് ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഗവൺമെൻറ്റാണ് സിസ്റ്റം, ടാക്സേഷൻ സിസ്റ്റവും മറ്റും പെർഫെക്റ്റ് ആകേണ്ടത്. അതുകൊണ്ട് ഒരു സംരംഭകനെയും ശത്രുവായി കാണില്ല. നാട്ടിലുള്ള സംരംഭകരെ കൂടുതൽ അവരുമായിട്ട് നിരന്തരമായി ഇൻട്രാക്ഷൻ ഉണ്ടാവും. അവരുടെ പ്രശ്നങ്ങൾ ഏത് സമയത്തും ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ വന്ന് അവതരിപ്പിക്കാനും ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എത്ര ദിവസം കൊണ്ട് അത് തിരിച്ച് നടപ്പാക്കി തരുമെന്ന് ആ മീറ്റിംഗ് തന്നെ റിപ്ലൈ ഉണ്ടാവും. ആ മീറ്റിംഗിൽ തന്നെ ആ ഇൻവെസ്റ്റേഴ്സ് സെല്ലും നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിന് അവരുടെ എക്സ്പാൻഷൻ പ്രോജക്റ്റ് വേണം. പണ്ട് ഞാനൊരാൾ ഒരു ചെറുപ്പക്കാരനായിട്ട് ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിലെ MD ആണ്, എന്നോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായി പോകുന്നു എന്ന് വിചാരിച്ച ഒരു ബിസിനസ്സിൽ അപ്പോഴാണ് അതിൻ്റെ എക്സ്പാൻഷനെ കുറിച്ച് ആലോചിക്കേണ്ട സമയം. അവയെല്ലാം നന്നായി പോകുന്നു എന്ന് വിചാരിച്ച് കിടന്നുറങ്ങരുത്. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇൻ്റർവെൻഷൻ അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച്, അടുത്ത അപ്ഗ്രേഡ് ചെയ്യണതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സംരംഭകരും 2 കൊല്ലം കഴിഞ്ഞാൽ എന്താകണം അവരുടെ സംരംഭം, 5 കൊല്ലം കഴിഞ്ഞാൽ എന്താകണം അവരുടെ സംരംഭം എന്നുള്ള പ്ലാൻ വേണം. അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് മാനേജ്മെൻറ്റ് മെൻറ്റേഴ്സ്, ടെക്നോ മെൻറ്റേഴ്സ് ആൻഡ് റിവോൾവിംഗ് ഫണ്ട് ടു ദ ഓൺടർപ്രണേഴ്സ്. അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്.